ഇപ്പം നമ്മുടെ നാട്ടിൽ നവരാത്രി കാലമാണല്ലേ. മൈസൂർ ദസറ കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും വിപുലമായ ആഘോഷ പരിപാടികളാണ് നമ്മുടെ കണ്ണൂരിലെ നവരാത്രി കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നവരാത്രിയുമായി ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ബൊമ്മക്കൊലു. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും കർണാടകയിലും തെലങ്കാനയിലൊക്കെ ബൊമ്മക്കൊലു ഒരുക്കുന്ന ഒരു ആഘോഷം നമുക്ക് അറിയാമല്ലോ. പക്ഷേ ഈ ബൊമ്മക്കൊലു എന്താണെന്നും ബൊമ്മക്കൊലു നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഒരുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം പലർക്കും സംശയമാണ്. എന്നാൽ ഞാൻ പറയാം, നമ്മുടെ കണ്ണൂരിലും ബൊമ്മക്കൊലു ഒരുക്കുന്ന വീടുകളുണ്ട്. അപ്പോൾ എൻ്റെ സ്വന്തം നാടായ പള്ളിക്കുന്നിലും ബൊമ്മക്കൊലു എല്ലാ വർഷവും ഒരുക്കുന്നുണ്ട്. ആ ഒരു വീട്ടിലേക്കാണ് ഞാനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. നമുക്ക് ബൊമ്മക്കൊലുവിൻ്റെ ചരിത്രം എന്താണ്, അതെങ്ങനെയാണ് ഒരുക്കുന്നത്, ഇക്കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കേണ്ടത്. ഞാനിന്ന് വരുന്നത് നമ്മുടെ പള്ളിക്കുന്ന് പന്നേമ്പാറ റോഡിൻ്റെ അടുത്തുള്ള ചാർട്ടേഡ് അക്കൗണ്ടായിട്ടുള്ള വരദരാജ് സാറിൻ്റെ വീട്ടിലേക്കാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമസ്കാരം സാർ. ആദ്യം തന്നെ നവരാത്രി ആശംസകൾ. ഓ, അപ്പോൾ ഈ ബൊമ്മക്കൊലു അന്വേഷിച്ച് നമ്മുടെ എല്ലാ പ്രാവശ്യം കേൾക്കുക, ഈ നവരാത്രിയെ ബന്ധപ്പെട്ട് കേൾക്കുന്ന ബൊമ്മക്കൊലു. അപ്പോൾ നമ്മുടെ നാട്ടിൽ അധികം പരിചയം അല്ല തോന്നുന്നു ഈ ബൊമ്മക്കൊലു എന്നുള്ളത്. അത് ഈ തമിഴ് ബ്രാഹ്മണരാണ് പ്രത്യേകിച്ച് ഈ ബൊമ്മക്കൊലു ആചരിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ വളരെ കുറവ് കുടുംബങ്ങളേ ഉള്ളൂ. 10-23 കുടുംബങ്ങളേ ഉള്ളൂ. അതിലും എല്ലാവർക്കും ഈ ബൊമ്മക്കൊലു ഒരുക്കുന്ന ആ ഒരു പതിവ് നമ്മൾ പാരമ്പര്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ആ ഗ്രഹങ്ങളിലാണ് അത് പതിവ് പോലെ ആചരിച്ചു വരുന്നതാണ്. അപ്പോൾ ഈ ബൊമ്മക്കൊലു എന്ന് പറഞ്ഞാൽ നമ്മൾ നവരാത്രി കാരണം നമ്മൾ ഈ കന്നിമാസം അമാവാസി എന്ന വൈകിട്ടാണ് നമ്മൾ ഒരുക്കുക. പിന്നെ പ്രഥമ തൊട്ട് നമ്മൾ ദശമി വരെയുള്ള, നവമി വരെ 9 രാത്രികളിലും പിന്നെ ദശമി വരെയാണ് ഈ ബൊമ്മക്കൊലു നമ്മൾ ഗ്രഹത്തിൽ ആചരിച്ചു വരുന്നത്. ബൊമ്മ എന്ന് പറഞ്ഞാൽ ഡോൾ, കൊലു എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ. അപ്പോൾ ഈ ബൊമ്മകളെ ഒരു രീതിയിൽ പിന്നെ നിരത്തി വെക്കുന്ന ഒരു ആഘോഷമാണ് ഈ ബൊമ്മക്കൊലു എന്ന് പറയുന്നത്. ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ നവരാത്രിയുടെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ദേവി പിന്നെ മഹിഷാസുരനെ നിഗ്രഹിച്ചിട്ട് തിന്മയുടെ മേൽ നന്മ വിജയം കൊണ്ടാടുന്ന ഒരു ആഘോഷമാണ്. അപ്പോൾ ഈ 9 രാത്രികളും 9 ദിനങ്ങളും രാത്രികളും ഈ പിന്നെ അസുരന്മാരുമായിട്ട് യുദ്ധം ചെയ്ത് ആ സമയത്ത് നമ്മൾ ദേവീനെ നമ്മൾ ആരാധിക്കുന്നു. അപ്പോൾ 9 രൂപങ്ങളിലാണ് ദേവി ആരാധിക്കുന്നത്. അതിൽ ആദ്യത്തെ 3 ദിവസം ദുർഗയെയും അടുത്ത 3 ദിവസം ലക്ഷ്മിയെയും അവസാനം 3 ദിവസം സരസ്വതിയുമായിട്ട് നമ്മൾ ആ രൂപങ്ങളിലാണ് നമ്മൾ പിന്നെ ആരാധിക്കുന്നത്. അപ്പോൾ ആ ദിവസങ്ങൾ ഈ അമാവാസി ദിവസം നമ്മൾ ഈ പടികളിൽ ഈ ബൊമ്മകളൊക്കെ നിരത്തി വെക്കും. അത് പാരമ്പര്യമായി കിട്ടിയ ബൊമ്മകളാണ് കുറേയൊക്കെ ഉണ്ടാവും. അതായത് മണ്ണിലും ഈ മരത്തിലൊക്കെ ഉണ്ടാക്കിയ ബൊമ്മകളൊക്കെ, പഴയ കാലത്തുള്ള ബൊമ്മകളൊക്കെ നല്ല വൃത്തിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അതാദ്യം അതിൽ ഡിസ്പ്ലേ ചെയ്യും. അതിന് പുറമേ നമ്മൾ ഓരോ കൊല്ലം നമ്മൾ കളക്ട് ചെയ്യും. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോ പിന്നെ ആരാധനാമൂർത്തികൾ. അത് കൂടാണ്ട് നമുക്ക് ഇത് മാത്രം ഇപ്പം കാലാകാലം മാറി വരുന്നതുകൊണ്ട് ഇപ്പം നമ്മൾ ആരാധ്യ പുരുഷന്മാരെയും നമ്മൾ നെഹ്റു, ഗാന്ധി ഇങ്ങനത്തെ ആൾക്കാരെ പോലും നമ്മൾ ബൊമ്മക്കൊലു ഡിസ്പ്ലേ ചെയ്യുന്ന സമ്പ്രദായമുണ്ട്. അപ്പോൾ ഈ ദൈവങ്ങൾ മാത്രമല്ല, നമ്മൾ സകല ചരാചരങ്ങളിൽ നമ്മൾ ഈ പിന്നെ ഒരു ആദരിക്കുന്ന ഒരു സമയമാണ് ഈ ഇത്. അതായത് നമ്മൾ പക്ഷി മൃഗാദികളെല്ലാം നമ്മൾ വെക്കും. എല്ലാം ഉണ്ട്. മെയിനായിട്ട് നമ്മൾ ആരാധനമൂർത്തി നമ്മൾ ദൈവങ്ങളാണ്. അതിന് പുറമേ നമ്മൾ സിംഹം, മുയൽ എല്ലാത്തിൻ്റെയും രൂപങ്ങളിലൂടെ നിരത്തി വെക്കും. അപ്പോൾ അത് വെച്ചാൽ അതിൻ്റെ രീതി വെച്ചാൽ ഒന്നിക്ക് 3, 5, 7, 9, 11 അങ്ങനെ ഓഡ് ഫിഗറിലാണ് ഈ തട്ടുകൾ. ഒറ്റ നമ്പർ ആയിരിക്കും, ഓഡ് ഫിഗർ ആയിരിക്കും ഇതിൻ്റെ തട്ട്. അതിലും പിന്നെ ഒരു കണക്കൊക്കെ വെച്ചാൽ ഒരു സെറ്റ് ഡോൾസ്, ഇപ്പോൾ അഷ്ടലക്ഷ്മി ഒരു പിന്നെ പടിയിൽ കംപ്ലീറ്റ് അഷ്ടലക്ഷ്മികളാണ് നമ്മൾ നിരത്തിയിട്ടുണ്ടാവുക. അതേമാതിരി ദശാവതാരങ്ങൾ, അങ്ങനെ ഓരോ പിന്നെ ഗ്രൂപ്പായിട്ട് നമ്മൾ പിന്നെ ഓരോ നമ്മളെ എന്താ പറയുക എപ്പിക്സ്, പഴയ പിന്നെ ചരിത്രപരമായിട്ടിപ്പോൾ രാമായണം, പിന്നെ മഹാഭാരതം, അതിൻ്റെയൊക്കെ ആ തീം കംപ്ലീറ്റ് ഓരോ പടിയിൽ ഡിസ്പ്ലേ ചെയ്യുന്നതിനും സ്ഥലസൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെയെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് പുറമെ നമ്മൾ ഓരോ കൊല്ലം നമ്മൾ ചിലപ്പോൾ അഡീഷണലായിട്ട് ചില പിന്നെ ഇപ്പം വരെ യൂസ് ചെയ്യുന്ന ഇത് വരെ അങ്ങനത്തെ ആൾക്കാർ ഇപ്പോൾ തമിഴ്നാടൊക്കെ ചില അതിനുള്ള സൗകര്യമുള്ള ആൾക്കാരൊക്കെ
ആ ഇതും കൂടി ഉപയോഗിച്ച് ഈ നവരാത്രി അത്രയ്ക്കും പുരോഗമിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഓ അപ്പൊ ഈ കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഈ ബൊമ്മക്കൊലുവിലും ഇവിടെ നമ്മൾ റോബോട്ടിൻ്റെതും അതേപോലെ കുട്ടികൾക്കൊക്കെ പാർക്ക് പിന്നെ ഇവിടെ തമിഴ്നാടൊക്കെ അങ്ങനെ വളരെ തീമാണ്. ഓരോ കൊല്ലം ഒരു തീം വെച്ചിട്ടാണ് ഈ കംപ്ലീറ്റ് ഈ ബൊമ്മക്കൊലു ഒരുക്കുന്നത് തന്നെ. നമ്മൾ പിന്നെ ഏകദേശം നമ്മൾ ആ ഒരു പഴയ രീതിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട് നമ്മളെ നടത്തിക്കൊണ്ടുപോവാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ മറ്റു ഭാഗം എന്ന് വെച്ചാൽ നമ്മൾ ഈ 9 ദിവസം നമ്മളെ ബന്ധുക്കളെയും പിന്നെ മിത്രാദികളൊക്കെ നമ്മൾ ക്ഷണിക്കും. നമ്മൾ എല്ലാ ദിവസവും പൂജ ചെയ്യുന്നത് വെച്ചാൽ പ്രസാദം ദൈവത്തിന് ആരാധിച്ചു പ്രസാദങ്ങളൊക്കെ വെക്കും. അത് പ്രത്യേകിച്ച് വെച്ചാൽ ചുണ്ടൽ എന്ന് പറയുന്ന സാധനം, അത് ധാന്യങ്ങൾ ഉണ്ടാക്കുന്ന ഈ ചുണ്ടൽ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് നമ്മുടെ പ്രസാദം. അത് ഒന്ന് പിന്നെ നമ്മൾ കടല, പയറ്, പിന്നെ മമ്പയർ, പിന്നെ അങ്ങനത്തെ പൾസസും ഈ ധാന്യങ്ങൾ, പിന്നെ പായസമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ പിന്നെ പ്രസാദമാക്കിയിട്ട് പിന്നെ നമ്മൾ വരുന്നവർക്കൊക്കെ നമ്മൾ ആ പ്രസാദമൊക്കെ നമ്മൾ വിതരണം ചെയ്യും. ഇതൊരു നമ്മുടെ സാഹോദര്യത്തിന് ഒരു സംഘമാണ്, കുടുംബ സംഗമം. അങ്ങോട്ട് പിന്നെ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എക്സ്ചേഞ്ച് ഓഫ് ഇതാണ്. എല്ലാവരും നമുക്ക് പിന്നെ കൂടിക്കാഴ്ചയ്ക്ക് സമയം കൂടിയാണ്. നമ്മൾ ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് നമുക്ക് എല്ലാവരും കൂടി ഒന്ന് എല്ലാവരും അങ്ങോട്ട് എക്സ്ചേഞ്ച് ഓഫ്, അല്ലെങ്കിൽ ആർക്കും സമയമില്ലാത്ത കാലത്ത് ഇത് നല്ലൊരു അത് കൂടാണ്ട് ഇപ്പം ഈ നൃത്യം, സംഗീതം ഇതിനൊക്കെ നല്ല ഒരു അവസരമാണ്. അപ്പോൾ വന്നവർക്ക് ഒന്ന് പാട്ട് പാടാൻ പറയും. ചിലപ്പോൾ കുട്ടികളാണെങ്കിൽ അപ്പോൾ അവർക്ക് അവരെ മറ്റേ ആ സംഗീത കലയൊക്കെ അവർ പിന്നെ ഉദ്ധരിപ്പിക്കാനും അവർ പ്രൊമോട്ട് ചെയ്യാനൊക്കെ ഉള്ളൊരു വേദിയും കൂടിയാണ് നമ്മൾ. പിന്നെ അതിപ്പോൾ നമ്മൾ പാലക്കാടൊക്കെ ചില ഗ്രാമങ്ങളൊക്കെ വെച്ചാൽ ഇപ്പം അമ്പലത്തിൽ തന്നെ ഈ പാട്ടും ഇതൊക്കെ ഉണ്ടാവും. ഈവൻ അമ്പലങ്ങളിലൊക്കെ ഒരു ബൊമ്മക്കൊലു തന്നെ ഒരുക്കുന്ന സംവിധാനം. ഇവിടെ അതിനുള്ള സൗകര്യങ്ങൾ കണ്ണൂരില്ല. നമ്മുടെ കണ്ണൂർ അങ്ങനെ നമ്മളിപ്പം പിള്ളേർ അതിന് എല്ലാവരും ആൾക്കാരില്ല. നമുക്ക് ഒരുക്കി അതിന് വേറെ തന്നെ മാതിരി ഇതൊക്കെ. ഇപ്പോൾ തളിപ്പറമ്പ് തന്നെ ഒരു സംഭവമുണ്ട്. അങ്ങനെ ഒരു പിന്നെ വിജയ് എന്ന് പറഞ്ഞ ഒരാൾ അപ്പോൾ അങ്ങനെ അയാൾ അതിന് പ്രത്യേക സംവിധാനം ഉണ്ടാക്കിയാൽ നമുക്ക്. അപ്പം ആൾക്കാർക്ക് അതുകൊണ്ട് നല്ലോണം അങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് ബൊമ്മക്കൊല്ലുപ്പെട്ട് കുറെ കൂടെ അവയർനെസ് വന്നു. അതുപോലെ ഇപ്പൊ പഴയകാലം തൊട്ടുള്ള ബൊമ്മകൾ ഇവിടെ ഡിസ്പ്ലേ നമ്മളൊക്കെ ഇപ്പൊ നോക്കിയാൽ ഇപ്പൊ എത്ര വർഷം പഴക്കമുള്ള ഉണ്ടാവും? നമ്മളൊക്കെ ഒരു 10-50 വർഷത്തിന് അതൊക്കെ പൊട്ടിയൊക്കെ പോയി. അപ്പോൾ ഓരോ ഭാഗം പൊട്ടി നമുക്കൊന്നും ചെയ്യാം. പക്ഷെ പണ്ടൊക്കെ നല്ല മണ്ണിന്റെ ഒക്കെ ബൊമ്മയാണ്. പക്ഷെ നമുക്ക് വെക്കാൻ പറ്റാത്തൊരു ഇതാണ്. നമ്മളൊക്കെ ഒരു 10-20 കൊല്ലം 20 കൊല്ലം പഴക്കമുള്ളതൊക്കെ, അതും കുറവേ ഉള്ളൂ. അധികമൊക്കെ നമ്മൾ പുതിയ ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇടാൻ പറ്റുന്നില്ല. അതുപോലെ ഈ പിന്നെ ഈ ആഘോഷത്തിന്റെ അവസാനം ഈ ബൊമ്മകള് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ വരുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നു കേട്ടിട്ടുണ്ട്. അതിന്റെ ഒരു ഇതെന്താണ്? ഇവിടെ അത് ഇതിലല്ല, നമ്മൾ വേറെ തന്നെ celebration of victory over evil, ദുർഗാദേവി അങ്ങനെ ഇതാക്കുന്നതല്ലേ, മഹിഷാസുരൻ ഇതാക്കുന്നപ്പോൾ ആ ഒരു ഇതില് ലേഡീസിന്റെ ഇപ്പോൾ സ്ത്രീകൾ ആരാധിക്കുന്ന സമയമാണ്. ഈ നമ്മൾ ഓരോ ആർട്ടിസ്റ്റായിട്ട് ടാലൻറ്റും അത് പ്രദർശിപ്പിക്കാണ്ട് ഒരു അവസരം കൂടിയാണ്. ഇപ്പോൾ നമ്മളെ എൻ്റെ അമ്മ പണ്ടുണ്ടാക്കിയാണ് ഈ വിനായകർ മുത്തിനെ കൊണ്ട് ഉണ്ടാക്കിയാണ്. മുത്തിനെ കൊണ്ട് ആ വിനായകൻ്റെ രൂപം ഉണ്ടാക്കിയ അങ്ങനെ ഓരോ ആൾ പല കലകൾ ചെയ്യുന്ന. പിന്നെ ഇവിടെ കണ്ണൂരിലുള്ള ചില എൻ്റെ സ്റ്റുഡൻ്റ് തന്നെ ഉണ്ടാക്കിയ ചില ഇതുണ്ട്. ഇപ്പോൾ ഈ ആ ബൊമ്മയുണ്ടല്ലോ, ആ ഒരു ഈ വെഡ്ഡിങ് ഇതിലുള്ള ഒരു ബൊമ്മയുണ്ടല്ലോ, അത് ആ കുട്ടി ഉണ്ടാക്കിയതാണ്. പക്ഷെ നമ്മൾ അതേ തമിഴ് ആ സ്റ്റൈലിലുള്ള ഒരു ബ്രാഹ്മണ കല്യാണത്തിന്റെ രൂപമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അവസാന ദിവസം വിജയദശമിന്റെ ദിവസമാണ് ഇത് മാറ്റുക. ആൾക്കാർ ഒരു ബൊമ്മ ഉണ്ട്, ഒരു ചെറിയ
സാധാരണ മനുഷ്യന്മാരെ ഒരു ഡോളുണ്ട്, ആ ആ അതിനെ നമ്മൾ കമഴ്ത്തിയിടും. അതായത് വിജയദശമി അന്ന് രാത്രി. അതാണ് ഇതിൻ്റെ അതോടെ ഇത് കഴിഞ്ഞിട്ടുള്ള. അതിനുശേഷം അടുത്ത ദിവസം നമ്മൾ ഇതൊക്കെ തിരിച്ചു വെക്കുക. 9 രാത്രികൾ ഇത് പൂജ. പിന്നെ ദശമിൻ്റെ അന്നത്തെ പൂജയും കഴിഞ്ഞാൽ രാത്രി ഈ ഒരു പ്രതീകാത്മകമായി ഒരു ഡോൾ ഇങ്ങനെ നമ്മൾ കിടത്തി വെക്കും. അപ്പോൾ ഇത് പര്യവസാനായി ഞാൻ അടുത്ത കൊല്ലത്തേക്കുള്ള ഒരു അപ്പൊ ഇത് ഇവിടെ തന്നെയാണ് സൂക്ഷിക്കുന്നതല്ല, ഇത് നമ്മൾ പെട്ടികളാക്കി ഭദ്രമായിട്ട് സൂക്ഷിച്ച് വേറെ പെട്ടികളാക്കി ഇതൊക്കെ സൂക്ഷിച്ച് വെക്കും. ഇതൊക്കെ പൊട്ടാണ്ടൊക്കെ സൂക്ഷിച്ച് നമ്മൾ. പൂജകളായതുകൊണ്ട് ദേവിക്ക് വലിയ ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ ഐ തിങ്ക് ഹസ്ബൻഡ് തോന്നിട്ടു. ചുണ്ടൽ വകകൾ അല്ലാണ്ട് പിന്നെ പായസം, ഈ പായസവും അങ്ങനത്തെ ഐറ്റംസ് ട്യൂസ്ഡേ ആൻഡ് ഫ്രൈഡേ അധികവും നമ്മളൊക്കെ ഉണ്ടാക്കിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എല്ലാവർക്കും വരുന്നവർക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇതിന്റെ പ്രസാദാണോ ഇത്? ഇത് എന്താ പേര് ഇതിന്റെ? നെയ് പായസം. നെയ് പായസം അല്ലേ? നമ്മുടെ ഇതിൻ്റെ പിന്നെ പ്രസാദം ഇപ്പോൾ ആദ്യം പറഞ്ഞ ധാന്യങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു പ്രസാദം കൂടിയുണ്ട്. ഇത് നെയ്പായസമാണ്. ഇത് നമ്മളെ ഉണക്കലരി ഇല്ല, ഉണക്കലരി, പിന്നെ അതുപോലെ വെള്ളം, നെയ്യ്, പിന്നെ നെയ്പായസം ആയതുകൊണ്ട് നെയ്യാണ് ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നെയ്യാണ്. അതുപോലെ പിന്നെ കിസ്മിസ് അതുപോലെയുള്ള സാധനങ്ങളിൽ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നെയ്പായസം എന്ന് പറഞ്ഞ പോലെ തന്നെ നെയ്യാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. അല്ല സാധാരണ ഉണക്കലരി ഇല്ലേ നമ്മളെ പായസത്തിന് എടുക്കുന്നത്. നല്ല അടിപൊളി. എന്തായാലും എനിക്ക് ഇഷ്ടമായി കേട്ടോ. നല്ലത്. ഇത് നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്നതല്ലേ? ഇതൊരു വീട്ടിലുണ്ടാക്കുന്ന പ്രസാദമാണ് കേട്ടോ. ഇത് കണ്ട, ഇത് നമ്മളെ ഇത് കഴിക്കുമ്പോൾ നമ്മളൊരു അമ്പലത്തിലെല്ലാം പോയി കഴിക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ വരദരാജ സാറും മീനാക്ഷി മാഡവും കൂടി നമുക്ക് അതിൻ്റെ ഐതിഹ്യങ്ങൾ, ഇതെങ്ങനെ ബൊമ്മക്കൊല ഒരുക്കും, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ വിജയദശമി ദിവസം രാത്രി ഇതിലൊരു ബൊമ്മ കമഴ്ത്തി വെക്കും. അതോടുകൂടിയാണ് ഈ ആഘോഷത്തിന് സമാപനം ആവുന്നത്. പിന്നെ അത് ഭദ്രായി പൊതിഞ്ഞ് സൂക്ഷിച്ചു വെക്കുക. ഈ ബൊമ്മ സൂക്ഷിച്ചാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ വർഷം കഴിയുന്നതിന് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് വരുന്നത് ഇപ്പോൾ സാറ് പറഞ്ഞു AI അടക്കം യൂസ് ചെയ്ത് തമിഴ്നാട്ടിലൊക്കെ ബൊമ്മക്കൊലു ഒരുക്കുന്നുണ്ടെന്ന്. അപ്പോൾ കാലത്തിനനുസരിച്ച് നമ്മളെ ഡിജിറ്റൽ യുഗത്തിലേക്കും ബൊമ്മക്കൊലു മാറുന്ന ഒരു കാഴ്ച പല നാടുകളിലും കണ്ടുവരുന്നത്. നമ്മുടെ നാട്ടിൽ ഇനി അടുത്ത പ്രാവശ്യം ഇപ്പോൾ സാറിൻ്റെ വീട്ടിൽ വരുമ്പോൾ ഇനി ആ കാലത്തെ വ്യത്യാസം നമുക്ക് ഈ ബൊമ്മക്കൊലുവിൽ നമുക്ക് കാണാൻ പറ്റും. അതായത് നമുക്ക് അപൂർവമായിട്ടുള്ള ഈ ബൊമ്മക്കൊലു നമ്മുടെ നാട്ടിൽ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ നാടായ പള്ളിക്കുന്നിൽ എൻ്റെ ബൊമ്മക്കൊലു ഉണ്ട്. പക്ഷേ അധികം ആരും പിന്നെ അറിയുന്നില്ല ഇത് ഒരുക്കുന്ന കാര്യം. അതുകൊണ്ട് എന്തായാലും നമുക്ക് ഇക്കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു തരുന്ന സാറിന് എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം നമ്മളെ ഈ പ്രാചീനമായിട്ടുള്ള കാര്യങ്ങൾ കഴിയുമ്പോൾ നാട്ടുകാർക്ക് അറിയാൻ വേണ്ടിയുള്ളൊരു എടുക്കുന്ന ആ ഒരു പിന്നെ എഫേർട്ടിനെ ഞങ്ങൾ എന്തായാലും പ്രശംസിക്കുന്നു. ഇനി ബൊമ്മക്കൊലു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ആരും വിചാരിക്കണ്ട, ഇത് നമ്മുടെ നാട്ടിലില്ലാത്ത സംഭവമാണ്. നമ്മുടെ പള്ളിക്കുന്നും നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പല ഭാഗത്തും ഈ ബൊമ്മക്കൊലു പല കുടുംബങ്ങളിലും ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല നവരാത്രി എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് ഇവിടെ സമാപിക്കുകയാണ്. നമസ്കാരം.